അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ടവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ വാഖിയ 56 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. ഈ സൂറത്ത് തുടങ്ങുന്നത് ലോകാവസാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവിതം കഴിഞ്ഞിട്ട് ലോകം അവസാനിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് തുടങ്ങുന്നത്. അതിനുശേഷം മനുഷ്യരെ എല്ലാവരും 3 വിഭാഗമാകും എന്ന് സൂറത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ വലതുപക്ഷക്കാർ, അതേപോലെ നരകത്തിൽ പോകുന്ന ഇടതുപക്ഷക്കാർ, അതേപോലെ സാബിഖൂൻ. അത് പറഞ്ഞതിന് ശേഷം സ്വർഗത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണം, അത് കഴിഞ്ഞിട്ട് നരകത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണം. അപ്പോൾ അതിൽ ഈ 3 വിഭാഗത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നരകം ഒഴിവാക്കാനും സ്വർഗം നേടാനും നമ്മൾ ലക്ഷ്യം വെക്കേണ്ടുന്ന വിഭാഗം സാബിഖൂനാണ്. ഇത് ഞാൻ ആ ക്ലാസ്സിൽ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയാൻ വിട്ടുപോയോ എന്ന് ഒരിതുണ്ട്. നമ്മൾ വലതുപക്ഷക്കാരെന്ന് പറഞ്ഞ് ഖുർആൻ പറയുമ്പോഴും സാബിഖൂൻ എന്ന് പറയുമ്പോഴും പിന്നെ വലതുപക്ഷക്കാരെങ്കിലും ആയിക്കൂടെ എന്നൊരു മെൻറ്റാലിറ്റിനെ കുറിച്ചല്ല അള്ളാഹു പറയുന്നത്. നിരന്തരം മുന്നേറുന്ന മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അത് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത് ഖുർആൻ പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം സാബിഖൂൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏത് സന്ദർഭത്തിലും ഏറ്റവും കൂടുതൽ ത്യാഗം ആവശ്യമുള്ള സമയത്ത് ഇസ്ലാമിൻ്റെ കൂടെ നിൽക്കുന്ന, അള്ളാഹിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. എല്ലാ സന്ദർഭത്തിലും ആദ്യം മുന്നിൽ നിൽക്കുന്നവരാണ് സാബിഖൂൻ. ഇസ്ലാമിന് ഒന്നുമില്ലാത്തപ്പം, കൂടെ ആരുമില്ലാത്തപ്പോൾ ഇസ്ലാമിൻ്റെ കൂടെയും അള്ളാഹിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് എന്ത് സാബിഖൂൻ എന്ന് പറയുന്നത്. അപ്പം അതിന് കുറേ ഉദാഹരണങ്ങൾ നമ്മൾ നമ്മുടെ ചുറ്റും തന്നെ കാണാൻ കഴിയും. ഇപ്പം ഫലസ്തീനായാലും കുറേ വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മൊത്തം മുസ്ലിം ഉമ്മത്ത് കൂടെ നിൽക്കാതെ നിൽക്കുമ്പം അള്ളാഹിൻ്റെ പാശത്തെ മുറുകെ പിടിച്ച് നിൽക്കുന്നവർ എന്നതാണ് സാബിഖൂൻ എന്ന് പറയുന്നത്. അപ്പം അടുത്ത ആയത്ത്, ഇപ്പോൾ കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു പരലോകത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുകയായിരുന്നു. അടുത്ത ആയത്ത് അള്ളാഹു അതിൻ്റെ ലോജിക്ക് പറയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരാൾ പരലോകത്തിൽ വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത് എന്നതിൻ്റെ യുക്തി പറയുകയാണ്. ഇതിൻ്റെ കണക്ഷൻ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ലൈസ ലി വഖഅതിഹ കാദിബ. ഇതാ വഖഅത്തിൽ വാഖിയ, എന്തായാലും എന്ത് ചെയ്യും, ആ സംഭവം സംഭവിക്കും. ലൈസ ലി വഖഅതിഹ കാദിബ, അന്നത്തെ ദിവസം എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരാൾക്കും അതിനെ കളവാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മരിച്ചതിന് ശേഷം. അപ്പം ഈ ആയത്തിലൂടെ അള്ള പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ ചിന്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, അവൻ കണ്ണ് തുറന്ന് നോക്കുകയാണെങ്കിൽ ഈ ലോകത്ത് തന്നെ മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതിനെ ഒന്നും നിഷേധിക്കാൻ കഴിയില്ല എന്ന് പ്രൂവ് ചെയ്യുന്നതാണിത്. അതേപോലെ 47-ാമത്തെ ആയത്തിൽ ഈ നരകത്തിൽ കടക്കുന്നവരുടെ ഒരു സ്വഭാവമായി പറയുന്നത്, വകാനു യഖൂലൂന ഇദാ മിത്നാ കുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസൂൻ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെല്ലാം തുരുമ്പുമായി കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ ജീവിക്കപ്പെടുമോ എന്ന് ഉള്ള സംശയം, അതിനുള്ള മറുപടി കൂടിയാണ് അടുത്ത ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്. അപ്പോൾ ആയത്തിലേക്ക് കടന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. 57-ാമത്തെ ആയത്തിൽ നഹ്നു ഖലഖ്നാകും ഫലൗല തുസദ്ദിഖൂൻ എന്നാണ് ആയത്ത് പറയുന്നത്. വെച്ചാൽ നഹ്നു ഖലഖ്നാകും എന്ന് പറഞ്ഞാൽ നാമാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതൊരു ഫാക്റ്റാണ്. ആ ഫാക്റ്റിന് ശേഷം അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഫലൗല തുസദ്ദിഖൂൻ. ഇവിടെ ഖലഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിപ്പാണ്. ഖലഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിനെ അളന്ന് മുറിക്കുക എന്നാണ് ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം. അളന്ന് മുറിക്കുക, അല്ലെങ്കിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിനെ ഉണ്ടാക്കുക എന്നതൊക്കെയാണ് ഖലഖ് എന്നുള്ള അറബി പദത്തിൻ്റെ അർത്ഥം. സദ്ദഖ, തസ്ദീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് തസ്ദീഖ്. നമ്മൾ മലയാളത്തിൽ സത്യസന്ധത എന്ന് പറയുന്നതാണ്. പക്ഷെ തസ്ദീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളും പുറവും ഒക്കെ ഒന്നാകുന്നതിൻ്റെ പേരാണ് തസ്ദീഖ്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിലെ വിശ്വാസവും പുറത്ത് പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ ഒന്നാകുന്നതാണ് തസ്ദീഖ്. അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അതിനെ നിങ്ങൾ എന്തുകൊണ്ട് സത്യപ്പെടുത്തുന്നില്ല, ആ അറിവിനെ നിങ്ങൾ എന്തുകൊണ്ട് സത്യപ്പെടുത്തുന്നില്ല എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. 58-ാമത്തെ ആയത്തില് അഫറ ഐത്തും മാ തുംനൂൻ,
അഫറ ഐത്തും, റ എന്ന് പറഞ്ഞാല് കാണുക എന്നത് മാത്രമല്ല ചിന്തിക്കുക എന്നുള്ള അർത്ഥവും ഉണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ്. അഫറ ഐത്തും, നിങ്ങൾ നോക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന അർത്ഥത്തിലാണ്. മാ തുന്നൂൻ, മനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്പേമിന് പറയുന്നത് ശുക്ലത്തിന് എന്ന് വെച്ചാൽ പിന്നെ ഒരു മനുഷ്യന്റെ റീപ്രൊഡക്ഷനിൽ ഒരു എന്താണ് ഗർഭധാരണത്തിലും ഒരു മനുഷ്യന്റെ ജന്മത്തിലും വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന പുരുഷന്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ദ്രാവകമാണ് എന്ത്? ശുക്ലം അല്ലെങ്കിൽ ബീജം, സ്പേം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ അള്ളാഹു പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ മനീയിനെ കുറിച്ച് എന്ന് പറയുന്നത് മനീയിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതിനെ കുറിച്ചല്ല, മൊത്തത്തിൽ ഈ ഒരു മനുഷ്യ ജന്മത്തെ കുറിച്ച്, അതിലെന്ത് ചെയ്യും, സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എഗ്സ് എന്ന് വെച്ചാൽ അണ്ടം, ഇതിനെയൊക്കെ കുറിച്ച് ചിന്തിക്കുന്നതിനെ കുറിച്ചിന്റെ അതിന്റെ ഒരു സാമ്പിൾ, ഒരു എക്സാമ്പിൾ ആയിട്ട് അള്ളാഹു പറയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ മനീയിനെ കുറിച്ച്, പുരുഷന്റെ ശരീരത്തിൽ വരുന്ന എന്താണ് ബീജത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? 59-ാമത്തെ ആയത്തില് മറ്റൊരു ചോദ്യമാണ്, അൻതും തഖ്ലുഖൂനഹു, നിങ്ങളാണോ അത് ഉണ്ടാക്കിയത്? നിങ്ങളാണോ അത് ഉണ്ടാക്കിയത്? അം നഹ്നുൽ ഖാലിഖൂൻ, അല്ല നാമാണോ അത് ഉണ്ടാക്കിയത്? ചോദ്യമാണ്. നിങ്ങൾ അതിനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? നിങ്ങളാണോ അത് ഉണ്ടാക്കുന്നത്, അല്ല നാമാണോ അത് ഉണ്ടാക്കുന്നത്? 60-ാമത്തെ ആയത്തില് നഹ്നു ഖദ്ദർന ബൈനകുമുൽ മൗത്ത്, നാം എന്ത് ചെയ്തു? നിങ്ങൾക്കിടയിൽ മരണം കണക്കാക്കിയിരിക്കുന്നു. അപ്പൊ ആദ്യം പറഞ്ഞ എന്താണ്? ജന്മത്തെ കുറിച്ചാണ്, ജനനത്തെ കുറിച്ചാണ്. അതേ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്കിടയിൽ മരണത്തെ കണക്കാക്കിയിട്ടുണ്ട്. വമാ നഹ്നു ബി മസ്ബൂഖീൻ, ഒരിക്കലും എന്ത് ചെയ്യൂല, അള്ളാഹു തോൽപ്പിക്കപ്പെടുന്നവനല്ല എന്ന് പറഞ്ഞാല് പിന്നെ ജന്മത്തിന്റെ ഒരു കുട്ടി ജനിക്കുന്ന പ്രക്രിയയിൽ അള്ളാഹിന്റെ നിയന്ത്രണത്തെ നമുക്ക് പിന്നെ സ്വാധീനിക്കാൻ കഴിയാത്തതുപോലെ എന്ത് ചെയ്യാൻ കഴിയില്ല, ആ ജനിച്ച കുട്ടി മരിക്കുന്നതിലും എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്കൊരു നിയന്ത്രണവും ഇല്ല എന്ന് പറയുന്ന ആയത്താണ്. 69-ാമത്തെ ആയത്തില് അല അൻ നുബദ്ദില അംസാലക്കും, പകരം ആ മരണത്തിന് ശേഷം പകരം നിങ്ങളെപ്പോലുള്ളവരെ കൊണ്ടുവരികയും, അതായത് അള്ളാഹുവിടെ പറയുന്നത് മറ്റേ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. എന്ന് വെച്ചാൽ ഇതിനു ശേഷം, മരിച്ചതിന് ശേഷം മറ്റൊരു ജന്മം ഉണ്ടാവോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാണ്. എന്താണ്? അല അൻ നുബദ്ദില അംസാലക്കും, നിങ്ങളെപ്പോലെ മറ്റൊരു സൃഷ്ടിപ്പ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യും? അള്ളാഹ്ക്ക് കഴിയും. വനുൻഷിഅക്കും ഫീമാ ലാ തഅലമൂൻ, നഷ എന്ന് പറഞ്ഞാല് ഹലക്ക് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പാണ്. നഷയിലും മലയാളം തഫ്സീറിൽ സൃഷ്ടിപ്പ് എന്നാണ് ഉണ്ടാകുക. പക്ഷെ നഷ എന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ ഡെവലപ്മെന്റ് ആണ്. എന്ന് വെച്ചാല് പടിപടിയായിട്ട് വികസിപ്പിക്കുന്നതിനെയാണ് നഷ എന്ന് പറയാ. സൃഷ്ടിപ്പിന്റെ വളരെ സൂക്ഷ്മമായ തലങ്ങളാണ് നഷ എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ എന്താണ്? സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടാവും, ഒന്നിനെ ഉണ്ടാക്കുക. പക്ഷെ നഷ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓരോ ചെറിയ ചെറിയ ഡീറ്റെയിലിനെ കുറിച്ച് ചിന്തിക്കുന്നതിനെ കുറിച്ചാണ് നഷ എന്ന് പറയാം. എന്ന് വെച്ചാൽ വനുൻഷിഅക്കും ഫീമാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്ത വിധത്തിൽ നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കാൻ എന്ത് ചെയ്യും? അള്ളാഹ്ക്ക് കഴിയുമെന്നാണ് ആയത്ത് പറയുന്നത്. 62-ാമത്തെ ആയത്തില് വളരെ പോയിന്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. വലഖദ് അലിംതുമുൻ നശ്അതൽ ഊല, നിങ്ങൾക്ക് ആദ്യ തവണ സൃഷ്ടിച്ചതിനെ പറ്റി തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യ തവണ സൃഷ്ടിപ്പിന് എന്തിനെ കുറിച്ചാണ്? നേരത്തെ പറഞ്ഞ ബീജം, ഈ ഗർഭധാരണം, ഇതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫലൗല തദക്കറൂൻ, പിന്നെ എന്താണ് പിന്നെ നിങ്ങൾ ചിന്തിക്കാത്തത്? ഇതിനു ശേഷം ഒരു സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. 63-ാമത്തെ ആയത്തില് മറ്റൊരു ആയത്ത് പറയാണ്, മറ്റൊരു തെളിവ് പറയാണ്. അപ്പൊ ആദ്യം മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള തെളിവ് പറഞ്ഞു, വേറൊരു തെളിവ് പറയാണ്. അഫറ ഐത്തും മാ തഹ്റുസൂൻ, ഹർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറബിയിൽ സമ്പാദിക്കുക അല്ലെങ്കിൽ ഒന്നിന്റെ മേൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുക, മേൽ പണിയുക എന്നുള്ള അർത്ഥമാണ് ഹർസ്. അതിൽ നിന്നാണ് കൃഷി എന്ന അർത്ഥത്തിൽ ഹർസ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു ഭൂമിയുടെ മേൽ എന്ത് ചെയ്യാണ്? പണിയെടുത്തിട്ട് അതിൽ വിളവുണ്ടാക്കുകയാണ്. അപ്പൊ അള്ളാഹു ചോദിക്കുകയാണ്, അഫറ ഐത്തും മാ തഹ്റുസൂൻ, നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, നിങ്ങളാണോ അതിൽ നിന്ന് മുളപ്പിച്ച് വളർത്തുന്നത്, അതല്ല നാം ആണോ മുളപ്പിച്ച് വളർത്തുന്നത്? സിമ്പിൾ ലോജിക്സ് ആണ്, സിമ്പിൾ ഫാക്ട്സ് ആണ്, ഏത് സാധാരണക്കാരനോടും മനസ്സിലാവുന്ന ചോദ്യമാണ്. നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ നിങ്ങളാണോ ആ മണ്ണിൽ നിന്ന് പുതിയൊരു ഇതിനെ വളർത്തുന്നത്, ഞാനാണോ അതിനെ വളർത്തുന്നത് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. 65-ാമത്തെ ആയത്തില്
ലൗ നശാഉ ലജഅൽനാഹു ഹുതാമൻ ഫളൽതും തഫക്കഹൂൻ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ വിളയെ നാം എന്താക്കുമായിരുന്നു? തുരുമ്പാക്കുമായിരുന്നു. എന്നുവെച്ചാൽ അങ്ങനെ വികസിക്കാതെ അതിനെന്തുമാക്കുമായിരുന്നു? തുരുമ്പാക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിശയപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ഇന്നാ ലമുഗ്റമൂൻ, ഞങ്ങൾ എന്തായിരിക്കുന്നു? നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, കടബാധിതർ ആയി പോയിരിക്കുന്നു. ബൽ നഹ്നു മഹ്റൂമൂൻ, അല്ല, ഞങ്ങൾക്ക് ഉപജീവനം തടയപ്പെട്ടവരായിരിക്കും. നിങ്ങൾ ആകെ വിഷമിച്ചേനെ എന്നാണ് അതിന്റെ അർത്ഥം. 68-ാമത്തെ ആയത്തില് അള്ളാഹു മറ്റൊരു തെളിവ് നമ്മുടെ മുന്നിലിടുകയാണ്. ഈ തെളിവുകളൊക്കെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പം എന്തല്ല, വലിയ തിസീസും എസ്സേസും ഒന്നും അല്ല ഖുർആൻ പറയുന്നത്. സിമ്പിളായിട്ടുള്ള ജീവിതത്തിൽ ഒരു മനുഷ്യന് കാണാൻ കഴിയുന്ന തെളിവുകളാണ്. അഫറ ഐതുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. മുസ്നി എന്ന് പറഞ്ഞാൽ മേഘമാണ്. ആ മേഘത്തിൽ നിന്നും അതിനെ താഴോട്ടേക്ക് വർഷിപ്പിക്കുന്നത് നിങ്ങളാണോ ഞാനാണോ എന്നുള്ളതാണ് അതിന്റെ ചോദ്യം. വലൗ നശാഉ ജഅൽനാഹു ഉജാജൻ, ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ സ്വാദില്ലാത്ത ഒരു ഉപ്പുവെള്ളം ആക്കുമായിരുന്നു. ഫലൗലാ തഷ്കുറൂൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നിട്ടും നന്ദി കാണിക്കാത്തത് എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഇനി അല്ലാഹു 4-ാമത്തെ ഒരു തെളിവ് നമ്മുടെ മുന്നിലിടുകയാണ്. അഫറ ഐതുമുൻ നാറല്ലത്തി തൂറൂൻ. തൂറൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഒളിപ്പിക്കുക എന്നുള്ള അർത്ഥമുണ്ട്, രണ്ട് പ്രത്യക്ഷമാക്കുക എന്നുള്ള അർത്ഥവും രണ്ടും ഉണ്ട്. നാറ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീയാണ്. തീ ശരിക്ക് തീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തീക്ക് 3 കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതിലൊന്ന് ഫ്യൂവലാണ്. മരമായാലും എന്തായാലും ഫ്യൂവൽ ആവശ്യമുണ്ട്. ഒരു മരത്തെ കാണുമ്പം അതിനുള്ളിൽ തീ ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യൂല, തോന്നൂല. അതൊരു ഒളിപ്പിക്കലാണെങ്കിൽ അതിനെ ഉരസി കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ, അതിൽ നിന്നും തന്നെ തീ വരുള്ളൂ എന്ന അർത്ഥത്തിലാണ് തൂറൂൻ ഉപയോഗിക്കുന്നുള്ളൊരു വിശദീകരണമുണ്ട്. അപ്പം അഫറ ഐത്തും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അന്നാറ്, തീയെ കുറിച്ച്. അല്ലത്തീ തൂറൂൻ, നിങ്ങൾ ഉരസി കത്തിക്കുന്നതായ ആ തീയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും അൻശഅ്തും ഷജറതഹ, നിങ്ങളാണോ ആ മരം, അതിൻ്റെ മരം സൃഷ്ടിച്ചുണ്ടാക്കിയത്? അം നഹ്നുൽ മുൻഷിഊൻ, അല്ല നാമാണോ ആ മരം ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യമാണ്. നഹ്നു ജഅൽനാഹ തദ്കിറതൻ, ഭയങ്കര പ്രയോഗമാണ്. ഇതെല്ലാം അള്ളാഹു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ദിക്റാകാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കൊരു ചിന്താ വിഷയമാകാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളിൽ എൻ്റെ ഓർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്ത് ഈ സാധനങ്ങളൊക്കെ അള്ളാഹു ഉണ്ടാക്കി വെച്ചത്. വ മതാഅൻ ലിൽ മുഖ്വീൻ, എന്താണ്? സഞ്ചാരികൾക്ക് ഒരു ജീവിത സൗകര്യവുമായിട്ട്. അത് തീനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അവസാനം അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഫസബ്ബിഹ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിൽ ഫാ ഉപയോഗിക്കുന്നത് അതിന് മുന്നേ ഉള്ള കാര്യത്തിനെ ഈ ആയത്തുമായി കണക്ട് ചെയ്യാനാണ് ഫാ എന്ന് ഉപയോഗിക്കുക. അതുകൊണ്ട് എന്ന അർത്ഥത്തിൽ ഫസബ്ബിഹ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു പൂർണ്ണനാണ് എന്ന് സമ്മതിക്കലാണ് സുബ്ഹാൻ. അള്ളാഹു സുബ്ഹാനാണെന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഒരു കുറവുമില്ല, നീ പൂർണ്ണനാണ് എന്ന് സമ്മതിക്കലാണ് സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ വാക്കുകൊണ്ട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറയണം? ഫസബ്ബിഹ്, എന്ത് ചെയ്യണം? ബിസ്മി റബ്ബിക, അള്ളാഹിന്റെ നാമത്തെ പ്രകീർത്തിക്കണം. അൽ അലീം, എന്താണ്? മഹാനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തെ നീ എന്ത് ചെയ്യണം? പ്രകീർത്തിക്കണം. സിമ്പിൾ ആയത്തുകളാണ്, പക്ഷെ ഭയങ്കരമായ ആയത്തുകളാണ്. മനുഷ്യന്റെ പല ജീവിത പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്ന വളരെ സിമ്പിൾ ലോജിക്കുകളാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. ഇതിന്റെ ഒരു സമ്മറി എടുത്തു കഴിഞ്ഞാൽ, ഇതുവരെയുള്ള ആയത്തുകളുടെ സമ്മറി അള്ളാഹു പറയുന്നത് സൃഷ്ടാവിനും പരലോകത്തിനുള്ള തെളിവുകളായിട്ട് അള്ളാഹു എന്ത് ചെയ്യാണ്? 4 കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വെക്കുകയാണ്. ഒന്ന് മനുഷ്യന്റെ സൃഷ്ടിപ്പ്, അതിൽ ബീജം. 2 എന്താണ്? വെള്ളം, അതേപോലെ തന്നെ കൃഷി, അതുപോലെ തന്നെ എന്താണ്? തീ. 4 കാര്യങ്ങൾ നമുക്ക് മുന്നിലിടുകയാണ്. അതേപോലെ തന്നെ അള്ളാഹു നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ 4 കാര്യങ്ങൾ പറയാണ്. എന്തൊക്കെയാണത്? സുബ്ഹാനല്ലാഹ്, ദിക്ർ, ശുക്ർ, അതുപോലെ തന്നെ എന്ത് ചെയ്യണം? തസ്ദീഖ്. ഈ 4 കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇടാണ്. പക്ഷെ നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. അതിൽ പോകുന്നതിന് മുമ്പേ ഖുർആന്റെ ശൈലിയെ കുറിച്ച് ജസ്റ്റ് ഒരു കാര്യം മാത്രം പറയാം. ഇതിൽ നിങ്ങൾ നോക്കിയാൽ 24 ആയത്തുകളാണ് നമ്മളിപ്പം ഓതിയത് അല്ലെങ്കിൽ വായിച്ചത്.
അതിൽ 11 ചോദ്യങ്ങളാണ് അള്ളാഹ് ചോദിക്കുന്നത്. 11 ചോദ്യങ്ങൾ. നമ്മൾ മുന്നേയും ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഖുർആൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അങ്ങനെ വായിച്ചു പോകാൻ കഴിയില്ല. ഖുർആൻ ചോദ്യങ്ങൾ കൊണ്ടാണ് സംവദിക്കുന്നത്. എന്ന് വെച്ചാൽ അള്ളാഹു ഒരു മോണോലോഗായിട്ട് ഒരു പ്രസംഗം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയല്ല. അതുകൊണ്ട് കാര്യമില്ല. നമ്മളെ ഉണർത്താൻ വേണ്ടി അള്ളാഹു എന്ത് ചെയ്യാണ്, ചോദ്യങ്ങൾ ചോദിക്കൽ ഖുർആന്റെ ശൈലിയാണ്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചോദ്യങ്ങൾ എന്തിനാ ചോദിക്കുന്നത്? ചോദ്യം എന്തിനാ ചോദിക്കുന്നത്? ഉത്തരം കിട്ടാനാണ് ചോദ്യം ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചിട്ട് അതിനൊരു യെസ് ഓർ നോ പറഞ്ഞിട്ട് നമ്മളൊരു ചോദ്യത്തിലേക്ക് വരണം. ഇതിൽ 3 തരം ചോദ്യങ്ങൾ അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ കാണുന്ന കാര്യങ്ങളുടെ ഉത്ഭവത്തെ കുറിച്ച്, അതിന്റെ ബാക്കിൽ എങ്ങനെയാണ് അത് വന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കാനാണ്. ശരിക്ക് ഇതൊക്കെ അള്ളാഹു ചോദിക്കുന്നത് അള്ളാഹിനെ പ്രൂവ് ചെയ്യാനാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു മിനിമം ശാസ്ത്രബോധം ഇല്ലാതെ ഒരു മനുഷ്യന് വിശ്വാസിയാകാൻ കഴിയില്ല. കാരണം എന്താണ്, നമുക്ക് വെറുതെ ഇങ്ങനെ ഇരുന്നാൽ അള്ളാഹ് ഉണ്ട് എന്നുള്ള ഈമാൻ കിട്ടൂല. ഖുർആനിലുടനീളം അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹ് ഉണ്ട് എന്ന് ഈമാൻ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പുറത്ത് നോക്കണം, പ്രകൃതി നോക്കണം, പ്രപഞ്ചം നോക്കണം. അതിന്റെ ഒരു എക്സാമ്പിളും കൂടിയാണ് ഇത്. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ കാണുന്നതിനെ വെറുതെ കാണുന്നതിന് പകരം അതിന്റെ ബാക്കിലും കൂടി ചിന്തിക്കാൻ ഉതകുന്ന ചോദ്യം. അതാണ് അഫറ ഐത്തും മാ തഹ്റുസൂൻ, നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അൻതും തസ്റഊനഹു, നിങ്ങളാണോ അതിനെ മുളപ്പിച്ചത്, ഞാനാണോ? അപ്പൊ എന്താ സ്വാഭാവികമായിട്ട് സംഭവിക്കുക? നമ്മുടെ ഉള്ളിലെ ലോജിക്കാണ് വർക്ക് ചെയ്യുക. ആരാണ് ഇതിനെ മുളപ്പിച്ചത് എന്ന ചോദ്യം. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഇതില് അഫറ ഐത്തും എന്ന് പറയുന്ന ഒരു പ്രയോഗം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂതമാണ്, കഴിഞ്ഞു പോയതാണ്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നല്ല അള്ളാഹ് ചോദിക്കുന്നത്, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. ഒരു തരത്തിലൊരു ക്രിറ്റിസിസമാണ് അത്, ഒരു വിമർശനമാണ്. നിങ്ങൾ ഇതുവരെ ഇത്രയും തെളിഞ്ഞ സത്യമായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ചിന്തിക്കുന്നതിനെ കുറിച്ചല്ല, നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലേ എന്നാണ് അഫറ ഐത്തും എന്ന് ചോദിക്കുന്നത്. ഖുർആനിലെ ഇതേപോലെ റഅ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രയോഗമാണ് അലം തറ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അലം തറ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അള്ളാന്റെ നിയന്ത്രണം വളരെ കൃത്യമായി പ്രൂവ് ചെയ്ത സംഭവങ്ങളെ കുറിച്ച് പറയാനാണ് അഫറ ഐത്ത എന്ന് ഉപയോഗിക്കുക. അഫറ ഐത്ത എന്ന് ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമ്മളെ കേട്ടാൽ തന്നെ മനസ്സിലാവും എന്ത്, അള്ളാന്റെ നിയന്ത്രണം അവിടെ ഉണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അതേപോലെ അറ ഐത്തും എന്നുള്ള ചോദിക്കും. അറ ഐത്തും ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണ് നമ്മളോട്. എന്ത് ചെയ്യാണ്? നമ്മളോട് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയാണ്. അറ ഐത്തും, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ചോദിക്കാനാണ് അറ ഐത്തും. ഇവിടെ ഉപയോഗിച്ചത് അഫറ ഐത്തും എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇല്ലായ്മയെ വെച്ചുകൊണ്ട് നിയന്ത്രണത്തെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പറയാറില്ലേ, കണ്ണില്ലാണ്ടായാലേ അതിന്റെ വില അറിയുള്ളൂ എന്ന് പറയില്ലേ? അത് ഭയങ്കര ലോജിക്കലായിട്ടുള്ള ഒരു പ്രയോഗമാണ്. കാരണം കണ്ണുണ്ടാകുമ്പോൾ നമ്മൾ കണ്ണിനെ കുറിച്ച് ചിന്തിക്കൂല. കണ്ണില്ല, പ്രളയം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ശാന്തമായി ഒഴുകുന്ന അരുവിയെക്കുറിച്ചും കടലിനെ കുറിച്ചും നമ്മൾ ആലോചിക്കുള്ളൂ. ഭൂമിക്ക് പിളർപ്പ് വരുമ്പോഴാണ് ഭൂമിയിൽ നടക്കാൻ കഴിഞ്ഞിരുന്നല്ലോ എന്ന് ആലോചിക്കുള്ളൂ. ഇത് ഖുർആന്റെ ഒരു ലോജിക്കലാണ്. അള്ളാഹ് ചെയ്യുന്നത് എന്താണ്, ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ. വെള്ളത്തിനെ കുറിച്ച് നമ്മളെ ചിന്തിക്കാൻ വേണ്ടി അള്ളാഹ് പറയാണ് എന്ത്, ഞാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അതിനെ എന്താക്കുമായിരുന്നു, നിങ്ങൾക്ക് കുടിക്കാൻ പറ്റാത്ത ഉപ്പ് വെള്ളമാക്കുമായിരുന്നു. അപ്പൊ ശരിയാണല്ലോ, ഇത് ഉപ്പ് വെള്ളം അല്ലല്ലോ വരുന്നത്, നമുക്ക് ദാഹം തീർക്കുന്ന വെള്ളമാണല്ലോ എന്ന് മനസ്സിലായപ്പോഴാണ് വെള്ളം ഉപ്പായി മാറുമ്പോഴാണ്. ഇത് അള്ളാന്റെ ഒരു സ്റ്റൈൽ ഓഫ് ക്വസ്റ്റ്യനിങ് ആണ്. ആ ക്വസ്റ്റ്യൻ എന്താണ്, ഇല്ലായ്മയെ വെച്ചുകൊണ്ട് നിയന്ത്രണത്തെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ക്ലിയർ ആണല്ലോ അല്ലെ? മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറിവിനെ വെച്ചുകൊണ്ട് പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിക്കാനാണ്. ഇത് വലിയ പ്രശ്നമാണ് മനുഷ്യന്റെ. കുറെ അറിവുണ്ടായിട്ട് കാര്യമില്ല. ആ അറിവുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ഖുർആൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് കൃഷിയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് അല്ലെ, നിങ്ങൾ വെള്ളത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് നിർത്തല്ല ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ശുക്ർ ചെയ്യാത്തത്, നിങ്ങൾ എന്തുകൊണ്ടാണ് വിക്ർ ചെയ്യാത്തത്, നിങ്ങൾ എന്തുകൊണ്ടാണ് തസ്ദീഖ് ചെയ്യാത്തത് എന്ന് പറഞ്ഞാൽ എന്താണ്, അറിവിനെ വെച്ചുകൊണ്ട് നമ്മളെ പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ എന്ന് അള്ളാഹ് ചോദിക്കുന്നത്. ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ, നിങ്ങൾ സ്വയം തന്നെ ഉണ്ടായതല്ല എന്ന് ഉറപ്പാണെങ്കിൽ, പിന്നെ എന്താണ് നിങ്ങൾ എന്നെ അനുസരിക്കാത്തതെന്ന് പറഞ്ഞാൽ എന്താണ്, അറിവിനെ വെച്ചുകൊണ്ട് പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിക്കാനാണ് അള്ളാഹു പറയുന്നത്. ഇനി നമ്മൾ ആയത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഈ ആയത്ത് ചെയ്യുന്നത്
ഖുർആൻ നിരന്തരം ചെയ്യുന്ന അതേ സാധനമാണ്. കാണാൻ കഴിയാത്ത അള്ളാഹുവിനെ കാണാൻ കഴിയുന്ന ആയത്തുകളിലൂടെ പ്രൂവ് ചെയ്യുന്നത്. എങ്ങനെയാണ് അള്ളാഹിനെ നമുക്ക് കണ്ടെത്താൻ കഴിയാന്നുള്ളതിന് ഖുർആൻ തരുന്ന ഉത്തരം അള്ളാഹിന്റെ സൃഷ്ടിപ്പുകളിലൂടെയാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ ഫാത്തിഹയിൽ അൽഹംദുലില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. ഹംദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹിനെ സ്തുതിക്കലാണ്. നമ്മൾ ആദ്യം അള്ളാഹിനെ തിരിച്ചറിയുന്ന ആദ്യത്തെ ഒരു കണക്ഷൻ ഹംദാണ്. ഹംദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ കഴിവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഹംദ്. അൽഹംദ് സ്തുതിക്കുകയാണ്, പ്രൈസ് ചെയ്യാണ്. അപ്പം അള്ളാഹിനെ നമ്മൾ കണ്ടെത്തേണ്ടത് അവന്റെ സൃഷ്ടിപ്പുകളിലൂടെയാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. ഇവിടെ 4 അങ്ങനത്തെ സൃഷ്ടിപ്പുകളാണ് പറയുന്നത്. നിങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതെല്ലാം നമ്മുടെ കൺമുന്നിലുള്ള അത്ഭുതങ്ങളാണ്. ഇതൊന്നും നമ്മുടെ കൺമുന്നിൽ ഇല്ല എന്ന് വെക്കുക. ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഒരു കുട്ടി ജനിക്കുന്നത് നമുക്ക് അറിയില്ല എന്ന് വെക്കുക. ഓക്കെ, ഒരു എന്താണ് ഒരു ഭൂമിയിൽ നിന്നും ഇങ്ങനെ ഒരു ചെടി വരുന്നത് നമുക്ക് അറിയില്ല എന്ന് വെക്കാം. ഈ വെള്ളം മുകളിൽ നിന്ന് വരുന്നത് നമുക്ക് അറിയില്ല എന്ന് വെക്കുക. എന്നിട്ട് നമ്മളെ വിളിച്ചിട്ട് ഒരാൾ പറയുകയാണെന്ത്, പുരുഷന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഈ നിസ്സാരമായ ശുക്ലം അല്ലെങ്കിൽ ബീജത്തിൽ നിന്നും ഒരു പുതിയ ചിന്തിക്കുന്ന മനുഷ്യനുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? നമ്മൾ വിശ്വസിക്കൂല. കാരണം അതൊരു അത്ഭുതമാണ്, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സാധനമാണ്. നമ്മൾ ആ ശുക്ലത്തിനെ കണ്ടു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായ ആ ദ്രാവകത്തിനെ കണ്ടിട്ട് ആ ദ്രാവകത്തിൽ നിന്നും ചിന്തിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനുണ്ടാവും നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കിപ്പം നോർമലായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? നിരന്തരം അത് കാണുന്നതുകൊണ്ടാണ്. ഇനി വേറൊരാൾ നമ്മളോട് പറയാണ് ഒരു വിത്ത് കാണിച്ചിട്ട് ഈ വിത്ത് കൊണ്ട് എന്തുണ്ടാവും? വലിയ മരങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യൂല? ഒരിക്കലും ചിന്തിക്കൂല. അതേപോലെ തന്നെ നിങ്ങൾ മുകളിലേക്ക് നോക്കൂ, ഈ വെള്ള കാണുന്ന മേഘം ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ വളരെ കൺട്രോൾഡ് ആയിട്ട് വെള്ളം താഴത്തേക്ക് വരും. അത് ഭൂമിന്റെ അടിയിലേക്ക് പോയിട്ട് ഇവിടെ എന്ത് ചെയ്യും? നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യൂല? നമ്മൾ വിശ്വസിക്കൂല. നമ്മളൊരു മരം കാണിച്ചിട്ട് ഈ മരത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് കത്തുന്ന ഒരു തീ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ എന്തോ പറഞ്ഞിട്ട് പറ്റിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അയാളെ വിടും. അപ്പം ഈ അത്ഭുതങ്ങൾ നമുക്ക് മനസ്സിലാകാത്തതിന്റെ കാരണം ഒരു സ്ഥിരം കാഴ്ച ആയതുകൊണ്ടാണ്. കാഴ്ചകൾ ആയത്തുകളാണെങ്കിൽ അതെന്ത് ചെയ്യണം? അതിനെ ഉൾക്കാഴ്ചയോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാത്രം. അള്ളാഹു നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഇതാണ്. ഈ 4 കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത് 4 കാര്യം വെച്ച് തന്നെ ഒരു 4 ക്ലാസ് എടുക്കാം. അത്രയും അത്ഭുതങ്ങൾ നിറഞ്ഞ 4 കാര്യങ്ങളെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങൾ ഈ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഓരോ കാര്യത്തെക്കുറിച്ചും ആലോചിക്കുമ്പം പലതരം മോളിക്യൂൾസും സെൽസും ഒക്കെ പലതരം റിയാക്ഷനിലൂടെയാണ് ഈ പറഞ്ഞ വെള്ളമായാലും തീയായാലും മനുഷ്യ സൃഷ്ടിപ്പായാലൊക്കെ നടക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് പലതരം മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നടക്കുന്നത്? അതിന്റെ മൈന്യൂട്ടിലേക്കാണ് പോകേണ്ടത്. അപ്പം ശരിക്കും ഒരു മനുഷ്യൻ ഉണ്ടാകുന്നതിനെ കുറിച്ച് മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ എത്രത്തോളം ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഉണ്ടാകുന്നതിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ അത് മാത്രം മതി. എന്ത്? അള്ളാഹു ഉണ്ട്, ദൈവമുണ്ട് എന്നറിയാൻ. മനുഷ്യന്റെ ജന്മം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ മനുഷ്യൻ ഉണ്ടാകുന്നതിന്റെ തുടക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഒരു സ്ത്രീയുടെ നമ്മൾ ഓവറി എന്ന് പറയുന്ന അണ്ഡാശയത്തിലാണ് യഥാർത്ഥത്തിൽ ഗർഭധാരണം ആരംഭിക്കുന്നത്. ഗർഭപാത്രത്തിന്റെ 2 സൈഡിലുമുള്ള ഓവറീസിലാണ് എന്ത് ചെയ്യുന്നത്? ഈ അണ്ഡാശയങ്ങൾ എന്ന് പറയുന്ന അണ്ഡകോശങ്ങൾ, ഈ എഗ്സിന്റെ തുടക്കം വരുന്നത് അവിടെയാണ്. ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പം ഏകദേശം 2 ദശലക്ഷത്തോളം എന്ത് ചെയ്യുന്നുണ്ട്? ഈ അണ്ഡകോശങ്ങൾ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് ഇത് ഡീറ്റെയിൽസ് ആണ്. ശാസ്ത്രം നമ്മളോട് പറയുന്നത് എന്താണ്? ഈ ഡീറ്റെയിൽസ് ആണ്. എങ്ങനെ അത് ഉണ്ടാകുന്നു എന്ന് ആലോചിക്കുന്നിടത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക? ദൈവത്തെ ഇതാക്കാൻ പറ്റുക. ഇനി ഓരോ നമ്മൾ മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്ന ഓരോ ആർത്തവ ചക്രത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? 1 മുതൽ 3 വരെ അണ്ടങ്ങൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഓവറുകളിൽ പക്വത കൈവരിക്കാൻ തുടങ്ങുന്നു. എന്ന് വെച്ചാൽ അത് ഒരു പുതിയ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് അതിനെ ട്രിഗർ ചെയ്യുന്നത് എന്നാണ്. ഇതൊരു ഡീറ്റെയിൽ ആണ്. ഇത് ഉണ്ടാകുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു ഡോക്ടറോട് ചോദിച്ചാൽ പറഞ്ഞുതരും. ആ ചിന്ത പോകാത്ത പോയിന്റ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ആർത്തവ സൈക്കിളിന്റെ മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ആ സമയത്ത് ഈ 3 അണ്ടങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുന്നു? പക്വത വരുന്നു. എന്നിട്ട് അതിൽ ഏറ്റവും വളർച്ച എത്തിയ ഒരണ്ടത്തെ എന്ത് ചെയ്യുന്നു? ഓവറികൾ പുറത്തേക്ക് വിടുന്നു. എങ്ങനെയാണ് അതിന് പുറത്തേക്ക് വിടാൻ തോന്നുന്നത്? എന്താണ് അതിനെ ട്രിഗർ ചെയ്യുന്നത്? ആരാണ് ഈ ട്രിഗറിങ് ഫാക്ടർ അതിൻ്റെ ഉള്ളിൽ ഇടുന്നത്? എന്നിട്ട് ഒരു 10 സെന്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരു ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീയുടെ ഉള്ളിലുള്ളത് എന്ത് ചെയ്യുന്നു? ഈ അണ്ടത്തെ വലിച്ചെടുക്കുന്നു. ആരാണ് ഇതിനെ വലിച്ചെടുക്കുന്നത്? ഇതാണ് പോകേണ്ടുന്ന ചോദ്യം.
24 മണിക്കൂർ വരെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്ത്രീയുടെ എഗ്സിന്, അണ്ടത്തിന് ജീവൻ ഉണ്ടാകുക. ആ 24 മണിക്കൂറിനുള്ളിൽ പുരുഷന്റെ ബീജം വന്നിട്ട് എന്താണ്, അത് തമ്മിൽ സംഗമിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെയാണ് നമ്മൾ എന്താണ് സ്ത്രീയുടെ ആർത്തവം എന്ന് പറയുന്ന ബ്ലഡ് പുറത്തേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ്? ഇത് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ബീജവും അണ്ടവും ചേരാത്തപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് പുറത്തേക്ക് വരുന്നത്. നമ്മൾ ഇതൊക്കെ ഭയങ്കര എന്തോ ഒരു ടാബു ആയിട്ട് സംസാരിക്കാതെ വെക്കുന്ന സാധനമാണ്. മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന വലിയ അത്ഭുതമാണ് എന്ത്, ഈ കാര്യം എന്ന് പറയുന്നത്. ഇനി ഈ ആയത്ത് പറഞ്ഞ ശുക്ലത്തെ കുറിച്ച്, ബീജത്തെ കുറിച്ച് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു പുരുഷന്റെ ശരീരത്തിൽ എപ്പോഴും ദശലക്ഷക്കണക്കിന് സൂക്ഷ്മ ബീജകോശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. ഓരോ സ്കലനത്തിലും എന്ന് വെച്ചാല് പിന്നെ സ്രവിക്കുമ്പം ഈ ശുക്ലം പുറത്തേക്ക് വരുമ്പം 40 ദശലക്ഷം ബീജങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. 40 ദശലക്ഷം. അതില് ഒരെണ്ണമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫലോപ്യൻ ട്യൂബിലുള്ള അണ്ടത്തിൽ പോയിട്ട് ഇതാക്കുന്നത്. ഈ പ്രോസസ്സ് കൃത്യമായി നടക്കാത്തപ്പോഴാണ് പ്രസവം എന്താ വെച്ചാൽ ഗർഭധാരണം നടക്കാത്തത്. അതിന്റെ സ്പീഡ് എല്ലാം ഫാക്ടറാണ്. ഇതിന്റെ ഓരോ സ്പീഡ് ഫാക്ടറാണ്, അതിന്റെ എനർജി ഫാക്ടറാണ്, എല്ലാം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഫാക്ടറാണ്. ഇനി ഇതിന് ശേഷം നടക്കുന്ന പ്രക്രിയയെ കുറിച്ച് ആലോചിച്ച് നോക്കാം. ഇതിന്റെ ഉള്ളിലുള്ള സെൽസ് DNA, ഇപ്പൊ നമ്മള് പിന്നെ ഒരു ക്രിമിനൽ എന്താണ് ഒരു ക്രൈം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുടെ DNA ചെക്ക് ചെയ്യുന്ന ആ DNAന്റെ സ്ട്രക്ചറൊക്കെ രൂപപ്പെടുന്നത് നമ്മൾ ഈ കാണുന്ന സെൽസിൽ നിന്നാണ്. ഇനി ഒരേപോലത്തെ സെൽസാണ് പല സ്ഥലത്തും പോയിട്ട് ഹൃദയവും കണ്ണും ചെവിയും ഒക്കെ ആയിട്ട് മാറുന്നത്. ഏറ്റവും അത്ഭുതമുള്ള ഒരു പോയിന്റ്, ഏറ്റവും അത്ഭുതമല്ല ഇതൊക്കെ അത്ഭുതമാണ്, ഒരു പോയിന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കാം. പ്രസവിക്കാനാവുമ്പം കുട്ടിക്ക് പുറത്തേക്ക് തള്ളണം എന്ന ട്രിഗർ ആരാ കൊടുക്കുന്നത്, പ്രചോദനം ആരാ കൊടുക്കുന്നത്, ആരാണ് അതിന് ഈ സമയമാകുമ്പം പുറത്തേക്ക് ഞാൻ തള്ളണം, പ്രസവ വേദനയ്ക്ക് വേണ്ടി തള്ളണം എന്നുള്ള പ്രചോദനം കൊടുക്കുന്നത് ആരാണ്? ഇനി കുട്ടി പുറത്തേക്ക് വന്നാൽ മാത്രം മുലപ്പാൽ വരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയല്ല, അതുവരെ പാലില്ലായിരുന്ന പിന്നെ മാറിടത്തിൽ മുലപ്പാൽ വരുന്നു എന്നുള്ളത് അത്ഭുതമല്ല. ഞാൻ പറയുന്നത് ഇതൊന്നും വലിയ കോംപ്ലിക്കേറ്റഡ് സയൻസ് അല്ല. ഈ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള സത്യങ്ങളുടെ പുറകിലേക്ക് ആൾക്കാർക്ക് ആലോചിക്കാൻ കഴിയാത്തതിനെ കുറിച്ചാണ് പടച്ച തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്നത്. ഇനി നിങ്ങൾ വെള്ളത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. വെള്ളത്തിന്റെ സൈക്കിളിലൂടെയാണ് വെള്ളം നിലനിൽക്കുന്നത്. വെള്ളം പിന്നെന്താണ്, കടലിൽ നിന്ന് വെള്ളം ഇവാപറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് പോകുന്നു. അതേ വെള്ളം കുറച്ച് കഴിഞ്ഞിട്ട് കാർമേഘത്തിലൂടെ താഴത്തേക്ക് വരുന്നു. പിന്നെയും ഈ സൈക്കിൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് ആരാണ് ഇത് ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആരാണ് വെള്ളത്തിന് ആ ക്യാരക്ടർ കൊടുത്തത്? ഫയർ ഉണ്ടാകുന്ന എങ്ങനെയാണ് തീ ഉണ്ടാകുന്നത്? 3 ഫാക്ടേഴ്സ് ആണ്. ഫയർ ട്രയാങ്കിൾ എന്ന് പറയും. ഒന്ന് ഓക്സിജൻ ആണ്, 2 ഫ്യൂവലാണ്, 2 എന്താണ് ചൂടാണ്. ഈ 3ഉം ഒന്നിക്കേണ്ട വിധം ഒന്നിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ തീ എന്നുള്ള അത്ഭുതം ഉണ്ടാകുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് ഇതിന്റെ പുറകിൽ ഈ ട്രിഗറിങ് ആരാണ് നടക്കുന്നത്. ഞാൻ ഈ തീനെ കുറിച്ച് വെറുതെ ഫയറിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചിട്ട് ഒരു സയൻസ് മാഗസിനിലേക്ക് ഇങ്ങനെ പോയപ്പം അതിന്റെ അവസാനത്തിലുള്ള ഒരു കോട്ട്, വി സ്റ്റിൽ ഡോണ്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ഈച്ച് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓർ ഓൾ ദ ഇന്റർമീഡിയറ്റ് മോളിക്യൂൾസ് ഇൻവോൾവ് എന്നാണ്. ഒരു തീ ഉണ്ടാകുന്നതിൻ്റെ ഇടയിൽ നടക്കുന്ന മോളിക്യൂൾസിന്റെ പലതരം റിയാക്ഷനുകളെ കുറിച്ച് ഇപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ആൾക്കാർക്ക് അറിയാത്തതാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഇതിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളതാണ്. അള്ളാഹു ചോദിക്കുന്നതും എന്താണ്, ഇതിന്റെ പിന്നിൽ ആരാണ് എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 4 തെളിവുകൾ എന്ന് പറയുന്നത് കുറേ തെളിവുകളുടെ ഇടയിലുള്ള ഒരു തെളിവായിട്ട് അള്ളാഹു പറയുന്നതാണ്. മനുഷ്യന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ കലയെ കാണുന്നു, കലാകാരനെ കാണാതെ പോകുന്നു എന്നുള്ളതാണ്. കലയെക്കുറിച്ച്, ചന്ദ്രനെ കുറിച്ചൊക്കെ ഭയങ്കര കവിതയൊക്കെ എഴുതും. സൂര്യൻ, ഒരു ഡോക്ടറിനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കുറേ കണ്ടുപിടുത്തം എന്ത് ചെയ്യും, ക്യാൻസർ സെൽസിനെ കുറിച്ചും കുറേ കണ്ടുപിടുത്തം നടത്തും. ഏതോ ഒരു മൊമെന്റിൽ അതിന് ബാക്കിലുള്ള, അതിന്റെ പിന്നിലുള്ള ആ കഴിവിനെ കുറിച്ച്, ആ ശക്തിയെ കുറിച്ചുള്ള ചിന്തയില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത് ശാസ്ത്രത്തിന്റെയും മനുഷ്യന്റെയും പ്രശ്നം എന്ന് വെച്ചാൽ ദൈവത്തെ നിഷേധിക്കുന്നതിന്റെ ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോസസ്സാണ് വിശദീകരിക്കുന്നത്, അതിന്റെ ട്രിഗറിനെ എന്ത് ചെയ്യുന്നില്ല, ചാലകത്തെ എന്ത് ചെയ്യുന്നില്ല, വിശദീകരിക്കുന്നില്ല. പ്രോസസ്സ് വിശദീകരിക്കും. എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത് വെച്ചാൽ ഏത് ശാസ്ത്രജ്ഞനും പറഞ്ഞുതരും. അതേസമയം വെള്ളത്തിന് എങ്ങനെയാണ് ആ ക്യാരക്ടർ വന്നത്, വെള്ളം മാത്രമല്ല ഇവാപറേറ്റ് ചെയ്ത് പോകുന്നുള്ളൂ, മണ്ണ് പോകുന്നില്ലല്ലോ എന്നതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, ഒരു ഇത് വരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നമെന്ന് കാണാൻ പറ്റും. ഇനി അള്ളാന്റെ ഈ ആയത്തുകളുടെ ചോദ്യത്തിന്റെ മറ്റൊരു സൗന്ദര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ സ്ഥലത്തും അള്ളാഹു മനുഷ്യന്റെ ഇടപെടലുകളെ കൂടെ ചേർത്ത് വെക്കുന്നുണ്ട്. അത് പറയാനുള്ള കാരണം,
മനുഷ്യന്റെ ഒരു ധാരണയെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യന് പലപ്പോഴും ചിന്തിക്കുന്നത് മനുഷ്യ സൃഷ്ടിപ്പ്, ഒരു പുതിയ കുട്ടി ഉണ്ടാകുന്നതിൽ ഞാനാണ് ഏറ്റവും വലിയ റോള് വഹിക്കുന്നത് എന്നതിനെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോക്കുക, ആദ്യത്തെ അള്ളാഹ് എന്താ പറയുന്നത്? അഫറ ഐത്തും ആ തുമ്നൂൻ എന്നാണ്. തുമ്നൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ശ്രവിക്കുന്ന, നിങ്ങൾ പുറത്തേക്ക് വിടുന്ന ശുക്ലത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അപ്പൊ നമ്മുടെ റോൾ അതിൽ എന്ത് മാത്രമാണ്? വളരെ നിസ്സാരമായിട്ടുള്ള ആ റോളാണ്. അള്ളാഹ് ചോദിക്കുന്നത് എന്താണ്? ആരാണ് അതിനെ ഉണ്ടാക്കിയത്? നിങ്ങളാണോ ഞാനാണോ എന്നുള്ളതാണ്. അതിനെ പൊളിക്കുകയാണ്. രണ്ടാമത് അഫറ ഐത്തും ആ തഹ്റുസൂൻ, നിങ്ങൾ കൃഷി ചെയ്യാന്നുള്ളതിലാണ് നമ്മളെ ഇൻവോൾവ്മെന്റ് ഉള്ളത്. പക്ഷെ അള്ളാഹ് ചോദിക്കുന്നത് എന്താണ്? ആരാണ് അതിനെ മുളപ്പിച്ചത് എന്നതിനെ കുറിച്ച് കൂടി ചിന്തിക്കുകയാണ്. അതേപോലെ തന്നെ അഫറഅയ്തുമുൻ നാറല്ലത്തി തൂറൂൻ, ആരാണ് അതിനെ ഉരസിയിട്ട് തീ ഉണ്ടാക്കുന്നത്? നമ്മളാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നമ്മൾ തന്നെയാണ് ഈ തീന്റെ മെയിൻ ആൾ. അള്ളാഹ് എന്ത് ചെയ്യാണ്? അതിനെ പൊളിക്കുകയാണ് ചെയ്യുന്നത് എന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതില് പിന്നെ അള്ളാഹ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൃഷ്ടിപ്പുകൾ, ഈ സൃഷ്ടിപ്പൊക്കെ നടത്തിയ പടച്ചവന് തന്നെ അതിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്നും കൂടിയുള്ള ലോജിക്ക് എന്ത് ചെയ്യുന്നു? നമ്മളെ മുന്നിലിടുന്നു. അതിലാണ് യഥാർത്ഥത്തില് നിങ്ങൾ മനുഷ്യ ജന്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചതിന്റെ തൊട്ടുടനെ നഹ്നു ഖദ്ദർന ബൈനകുമുൽ മൗത്ത് എന്നും കൂടി അവിടെ ചേർത്ത് വെക്കുന്നത്. എന്താണ്? മനുഷ്യ ജന്മത്തെക്കുറിച്ച് പറഞ്ഞതിന് തൊട്ടുടനെ നിങ്ങൾക്കിടയിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു, മരണവും വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. കുടിക്കാനുള്ള വെള്ളത്തെക്കുറിച്ച് പറയുന്നതിന് ഒന്നിച്ച് തന്നെ എന്ത് ചെയ്യുന്നു? ആ വെള്ളം കേടാകുന്നതിനെ കുറിച്ചും കൂടി പറയുന്നു. എന്ന് വെച്ചാൽ അള്ളാഹിന്റെ നിയന്ത്രണത്തെ കുറിക്കാനാണ്. ഇനി അവസാനത്തെ വിഷയം ഇവിടെയാണ് പിന്നെ ഇസ്ലാം പ്രസക്തമാകുന്നത്. എന്ന് വെച്ചാൽ അള്ളാഹു ഇതിനൊക്കെ വെറുതെ ഒരു അറിവിന് വേണ്ടി പറയല്ല. ഖുർആൻ എന്തല്ല, ഒരു ശാസ്ത്ര ബുക്കല്ല. ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുന്നേ എല്ലാ ശാസ്ത്രീയ സത്യങ്ങളും പറഞ്ഞു എന്നുള്ളതൊക്കെ തെറ്റായ കാര്യമാണ്. നമ്മൾ വെറുതെ പോയിട്ട് ഓരോ ആർഗ്യുമെന്റ് പറയാണ്. ഖുർആന്റെ വിഷയമേ ശാസ്ത്രമല്ല. ഖുർആൻ ശാസ്ത്രവും ചരിത്രവും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് പടച്ചവനെ പ്രൂവ് ചെയ്യാനാണ്. എന്ന് വെച്ചാൽ ഓരോ ആഴക്കടലിലെ ഇരുട്ടിനെ കുറിച്ച് പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അതിന്റെ ബാക്കിൽ പോകണം എന്നുള്ളൊരു പ്രചോദനം അള്ളാഹ് പറയുന്നുണ്ട്. അത് വേറെ ഫാക്ടറാണ്. പക്ഷെ എന്തിനാണ് അത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് അള്ളാഹ് ഇവിടെ 4 കാര്യങ്ങൾ പറയുന്നത്. അതിലൊന്ന് തസ്ദീഖാണ്. നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ സത്യപ്പെടുത്താത്തത് എന്നുള്ളത്. ഇസ്ലാമിന്റെ മൊത്തം സന്ദേശത്തെ ഈ ഒരു ചെറിയ ആയത്തിൽ ഒതുക്കാൻ പറ്റും. അള്ളാഹ് ചോദിക്കുന്നത് ഇത്രയും ലളിതമായിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന അറിവുണ്ടെങ്കിൽ ആ അറിവിനെ ഒന്ന് സത്യപ്പെടുത്തിക്കൂടെ എന്നേ അള്ളാഹ് ചോദിക്കുന്നുള്ളൂ. സത്യപ്പെടുത്താൻ എന്താണ്? നമ്മുടെ ഉള്ളിൽ ഈ അറിവുണ്ട്, ഞാൻ സ്വയം ഉണ്ടായതല്ലല്ലോ, എന്നാൽ പിന്നെ അതിന് സത്യപ്പെടുത്തിക്കൂടെ എന്നുള്ള ചോദ്യമാണ്. ഇസ്ലാമിന്റെ നമസ്കാരം, ഹജ്ജ്, നോമ്പ് ഇതിനൊക്കെ ചുരുക്കിയിട്ട് പറഞ്ഞാൽ ഈ ചോദ്യമാണ്. നഹ്നു ഖലഖ്നാകും, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അതിനെ സത്യപ്പെടുത്തി നോക്ക്, അതിനെ സത്യസന്ധമായിട്ട് ആ അറിവിനെ നിങ്ങൾ, അപ്പം അറിഞ്ഞ അറിവിനെ സത്യസന്ധമായി പ്രതികരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്. എന്താണ്? നിങ്ങളുടെ അറിവിനെ സത്യപ്പെടുത്തുക എന്നുള്ളതാണ് തസ്ദീഖ്. തസ്ദീഖിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സിദ്ദിഖിന്റെ ഓപ്പോസിറ്റ് എന്താണ്? തക്ദീബ്, കളവാക്കലാണ്. സൂറ റഹ്മാനില് അള്ളാഹു ഓരോ പ്രപഞ്ചത്തിലെ ആയത്തുകളും പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഫബി ഐ ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്നാണ്. നിങ്ങൾ അള്ളാഹിന്റെ ഏതൊക്കെ ആയത്തുകളെയാണ്, ഏത് പ്രപഞ്ച സത്യങ്ങളെയാണ് കളവാക്കുന്നത് എന്ന് വെച്ചാൽ സത്യപ്പെടുത്തുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. രണ്ടാമത് അള്ളാഹു നമ്മളോട്, മനുഷ്യനോട് പറയാൻ പറയുന്നത് ദിക്റാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മറ്റേ തസ്ബീഹ് മാലയിൽ ചൊല്ലുന്ന ദിക്റിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മനുഷ്യന്റെ പ്രശ്നം അറിഞ്ഞ അറിവിനെ മറന്നു പോകുന്നു എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഒരു സമയത്ത് ചിന്തിക്കുമ്പം അതിന് മുന്നേ ഉള്ള അറിവ് നമ്മൾ അതിനോട് ചേർത്ത് വെക്കുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യന്റെ ഉള്ളിലുണ്ട് എന്ത്? ഞാൻ സൃഷ്ടിക്കപ്പെട്ടതാണ്, അമ്മയുടെ മുലപ്പാലിലൂടെയാണ് എനിക്ക് ആരോഗ്യം വന്നതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അതിനെ ദിക്ർ ചെയ്യാനാണ്. ദിക്ർ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. അറിഞ്ഞ അറിവിനെ നിരന്തരം ഓർത്തെടുക്കുക എന്നുള്ളതാണ് ദിക്ർ. അപ്പൊ അല്ലാഹു ഇവിടെ പറയുന്ന രണ്ടാമത് മനുഷ്യനോട് പറയുന്നത് വലഖദ് അലിംതുമുൻ നശ്അത്തൽ ഊല, നിങ്ങൾക്ക് തുടക്കത്തിൽ നിങ്ങൾ ജനിച്ചതാണ് എന്ന അറിവ് അറിയാം. ഫലൗലാ തദക്കറൂൻ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ അറിവിനെ പിന്നെയും ഓർത്തെടുക്കാത്തത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഈ ആയത്തുകളിൽ രണ്ടാമത് അള്ളാഹു ഉപയോഗിക്കുന്നത് നഹ്നു ജഅൽനാഹ തദ്കിറ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഈ ലോകത്തിലെ എല്ലാ തെളിവുകളും ഞാൻ ഉണ്ടാക്കിയത് ദിക്റിന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അള്ളാഹിനെ മറന്നിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു പൂവ് കാണുന്നത്. ആ പൂവ് കാണുമ്പോൾ അതിന്റെ ഓരോ ഇതളുകൾക്കും ഒരേ ഷേപ്പാണ്.
അപ്പൊ നമ്മൾ ആലോചിക്കുകയാണ് എന്തൊരു അത്ഭുതമാണിത്. അപ്പൊ നമുക്കറിഞ്ഞ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യാണ്? ദിക്ർ ചെയ്യാണ്. അപ്പൊ രണ്ടാമത് മനുഷ്യന് ചെയ്യേണ്ടത് എന്താണ്? ദിക്ർ ചെയ്യണം. ഒന്നാമത് എന്താണ്? അറിഞ്ഞ അറിവിനെ സത്യപ്പെടുത്തുക. എന്നാൽ തന്നെ നമുക്ക് ദൈവബോധം ഉണ്ടാവും, ദൈവവിശ്വാസം ഉണ്ടാവും. രണ്ടാമത് നമുക്കുള്ള അറിവിനെ നിരന്തരം ഓർക്കുക, എന്നാലും എന്തുണ്ടാവും? ദൈവബോധം ഉണ്ടാവും. മൂന്നാമത് അള്ളാഹു പറയുന്നത് നിങ്ങൾ ശുക്ർ ചെയ്യണം എന്നാണ്. വലൗ നശാഉ ജഅൽനാഹു ഉജാജൻ വലൗലാ തഷ്കുറൂൻ. നിങ്ങൾ എന്തുകൊണ്ട്? ശുക്റാണ്, ശുക്രിന്റെ മനസ്സാണ്. ശുക്രിന്റെ മനസ്സെന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയില്ലേ? ശുക്രിന്റെ മനസ്സില്ലെങ്കിൽ ഒരിക്കലും ഒരാൾക്ക് ദൈവവിശ്വാസം ഉണ്ടാവില്ല. ശുക്രിന്റെ മനസ്സെന്താണ്? നമ്മൾ സ്വയം ഉണ്ടായതല്ല, എനിക്ക് ഒറ്റക്ക് മാത്രം ജീവിക്കാൻ കഴിയില്ല, എനിക്ക് പലരും തന്നതാണ് എന്ന വിനയത്തിന്റെ ബോധമാണ് ശുക്ർ എന്ന് പറയുന്നത്. ശുക്ർ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എനിക്ക് ആരോഗ്യം തന്നതിൽ എൻ്റെ ഉപ്പാക്ക് ഒരു പങ്കുണ്ട്, എനിക്ക് ഭക്ഷണം തന്നതിൽ ഇന്ന ആൾക്ക് പങ്കുണ്ട് എന്ന് നമ്മളിൽ നിന്നും പുറത്തേക്ക് ആലോചിക്കുന്ന മനസ്സിനെയാണ് ശുക്ർ എന്ന് പറയുക. ശുക്രിന്റെ മനസ്സില്ലാതെ ഒരിക്കലും നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ല. ശുക്രിന്റെ മനസ്സുണ്ടെങ്കിൽ ആ കണ്ണോടുകൂടി ഉള്ളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ സ്വയം ഉണ്ടായതല്ല, നമ്മളിൽ ഉള്ളിലെ ഓരോന്നും ശുക്ർ ചെയ്യാൻ മാത്രം മറ്റൊരു ശക്തി ഉണ്ടാക്കിയതാണ്. ഇതാണ് അള്ളാഹു മൂന്നാമത് മനുഷ്യനോട് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? ശുക്ർ ചെയ്യണം എന്നുള്ളത്. നാലാമത് അള്ളാഹു നമ്മളോട് പറയുന്നത് തസ്ബീഹ് ചെയ്യാനാണ്. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹനെ അനുസരിച്ചിട്ട് ജീവിക്കണം എന്നുള്ളതാണ്. മനുഷ്യൻ ദൈവനിഷേധിയാകുന്നത് ഈ 4 നിലപാടുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. 4 നിലപാടുകൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം ഇല്ലാത്ത അറിവുകൾ കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് മനുഷ്യൻ എന്തുകൊണ്ടത്. അറിവുകൾക്ക് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനാലോചിക്കും. ഒരൊറ്റ ആയത്തും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അതില് ഉത്തരവാദിത്തമുള്ള അറിവിനെ കുറിച്ച് പറയുന്ന സൂറ ആലിമ്രാനിലെ 193 194 ആയത്ത്. ആ ആയത്തിൽ അള്ളാഹു തുടങ്ങുന്നത് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശവും ഭൂമിയൊക്കെ ഞാൻ സൃഷ്ടിച്ചത്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, നിങ്ങളിങ്ങനെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാവുണ്ടാകുന്നു, പിന്നെ പകല് വരുന്നു, മാറി മാറി വരുന്നു. ആയാത്തിൻ, ഇതൊക്കെ എന്തിനാണ് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്? ആയാത്ത് എന്ന് പറഞ്ഞാൽ എന്നെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ആർക്ക് വേണ്ടിയിട്ടാണ്? ലി ഉലിൽ അൽബാബ്, ബുദ്ധി ഉപയോഗിക്കുന്നവർക്കാണ് ഇതൊക്കെ ആയത്താകുക. എന്നിട്ടുള്ള പ്രയോഗം എന്താണ്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. ആ ഭാഗം മാറ്റിവെച്ചാൽ എന്താ പറയുന്നത്? വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്. ഈ ബുദ്ധിമാന്മാർ എന്ത് ചെയ്യും? ഇതിനെക്കുറിച്ച് ആലോചിക്കും. യതഫക്കറൂൻ, അതിനെക്കുറിച്ച് ആലോചിക്കും. എന്നിട്ട് പറയും റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില. പടച്ചോനെ, നീ ഇതൊന്നും എന്തല്ല വെറുതെ സൃഷ്ടിച്ചല്ല, ഇതിന്റെ ബാക്കിൽ എന്തോ ഒരു റീസൺ ഉണ്ട്, എന്തോ ഒരു പർപ്പസ് ഉണ്ട്. ബുദ്ധിമാന്മാർ എന്ത് ചെയ്യും? എന്നിട്ട് അടുത്ത എന്താണ്? സുബ്ഹാനക ഫസബ്ബിഹ് ബിഹംദി. എന്താണ്? സുബ്ഹാനക, തസ്ബീഹ് ചെയ്യും. എന്നിട്ട് പറയും എന്ത്? ഫഖിന അദാബന്നാർ. എന്താണ്? നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. ഉത്തരവാദിത്തമുള്ള അറിവിനെ കുറിച്ചാണ് പറയുന്നത്. രാത്രിയെയും പകലിനെയും കണ്ടാൽ അള്ളാനെ തിരിച്ചറിയും എന്ന് മാത്രമല്ല, നരകത്തിൽ നിന്നും, നരകത്തെ കുറിച്ച് ആലോചന വരും, നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അപ്പം ഇതാണ് ഈ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള, എന്നാൽ നമ്മളെ ജീവിതത്തിൻ്റെ പർപ്പസിലേക്കും ദൈവത്തിലേക്കും പരലോകത്തിലേക്കൊക്കെ നയിക്കാൻ കഴിയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ആയത്തുകളാണ്. ഈ ആയത്തുകളെ കുറിച്ച് ഞാൻ പറയുന്നത് തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ മറന്നു പോകരുത്. 4 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത് 4 കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കാനല്ല, സാമ്പിളായിട്ട് പറയുകയാണ്. എന്ത്? പ്രപഞ്ചത്തിലുടനീളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അള്ളാനെ കണ്ടെത്തി തരുന്ന അത്രയും തെളിവുകളാണ് നമുക്കുള്ളത്. പക്ഷെ അത് മനസ്സിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വിശ്വാസികളുടെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈമാനിനെ കുറിച്ച് ചിന്തിക്കുന്നത് ജന്മം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു വന്നിട്ട് അങ്ങനെ നിസ്കാരത്തിലൂടെ നിലനിൽക്കുന്നതാണ്. ഖുർആൻ അങ്ങനെ വാദമേ ഇല്ല. ഖുർആൻ പറയുന്നത് നിങ്ങൾ പുറത്തേക്ക് നോക്കാതെ, ശാസ്ത്രീയമായിട്ട് കണ്ടുപിടുത്തങ്ങൾ നടത്താതെ, ഒരു സാധനത്തിൻ്റെ ഉള്ളിലേക്ക് ചിന്തിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ല, ഉറപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ആയത്ത് കൂടിയാണ്. പടച്ചോൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ ഓരോ സൃഷ്ടിപ്പുകളിലൂടെയും അവനെ കണ്ടെത്തുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു ഗസയിലെ, അള്ളാഹു വെസ്റ്റ് ബാങ്കിലെയും ലെബനോണിലെയും ഒക്കെ ജനങ്ങൾക്ക് അള്ളാഹു സഹായവും ആശ്വാസവും ധൈര്യവുമൊക്കെ അള്ളാഹു ധാരാളമായി നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം
وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.